പണ്ട് മുതലേ ആളുകൾ പറയുന്നത് പ്രസവശേഷം കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കുക, അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക എന്നൊക്കെയാണ്. ഇപ്പോഴും പല വീടുകളിലും പ്രസവശേഷമോ ഗർഭിണി ആയിരിക്കുമ്പോഴോ കാല് നീട്ടിവെച്ച് നേരെ നിവർന്ന് കിടക്കാൻ പലപ്പോഴും പറയാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ കാലിലെ രക്തക്കുഴലിൽ രക്തം കട്ട പിടിക്കുകയും അത് ഡീപ്പ് വീനസ് ത്രോംബോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് പോവുകയും അതിനുശേഷം പൾമണറി ത്രോംബോ എംബോളിസം എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലോട്ട് പോവുകയും ഡെത്ത് വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനാണ്. ഇതിന്റെ സിംറ്റം എന്ന് പറയുന്നത് കാലിൽ നീര് വരിക, തൊട്ടുകഴിഞ്ഞാൽ ചൂട് അനുഭവപ്പെടുക, റെഡ്നെസ് വരിക എന്നൊക്കെയാണ്. ഇങ്ങനെയുള്ള ഒരു പേഷ്യന്റ് ഒരു സ്കാനിങ് വഴി ഡീപ്പ് വീനസ് ത്രോംബോസിസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കി അതിന്റെ കോംപ്ലിക്കേഷൻ പ്രിവെന്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. നോർമൽ ലേബറിൽ നിന്ന് സിസേറിയനിലോട്ട് മാറിക്കൊണ്ടിരുന്ന കാലത്ത് ഡീപ്പ് വീനസ് ത്രോംബോസിസ് ഒരുപാട് കൂടി വരികയാണ് ചെയ്യുന്നത്. കാരണം പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് ഒരു ഹൈപ്പർ കൊയാഗുലബിൾ സ്റ്റേറ്റ് ആണ്. നമ്മുടെ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അത് നോർമൽ ലേബറിനേക്കാളും സിസേറിയനിൽ ഒരുപാട് കൂടുതൽ തന്നെയാണ്. അപ്പോൾ നോർമൽ ലേബറിൽ കൊടുക്കേണ്ട അതേ പോസ്റ്റ്മോർട്ടം കെയർ അല്ല നമ്മൾ സിസേറിയൻ സെക്ഷനിൽ കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് സിസേറിയൻ സെക്ഷനിൽ കൃത്യമായ മൂവ്മെന്റ്സും വളരെ ലളിതമായ എക്സസൈസും അഡിക്വേറ്റ് ആയിട്ടുള്ള ഹൈഡ്രേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ വൂണ്ടിനെ ഹീൽ ചെയ്യാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ കണ്ടീഷനും നമ്മളെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും.